ഒന്നും അറിഞ്ഞില്ല ശരിക്കും. തകർത്തോ? എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ പെട്ടെന്ന് കിട്ടിയില്ല. ഫസ്റ്റ് ഞാനാ. ഞങ്ങള് ഫസ്റ്റ് അടിച്ച് എനിക്ക് ഇമോഷണലി ഞാൻ കുറച്ച് എമോഷണലി ഡൗൺ ആയിപ്പോയി. സാറില്ല പാട്ടും കെട്ടും ചേട്ടാ കെട്ടുമോ തെറ്റുമോ എന്റെ പൊന്നടി. ഞാൻ വിങ്ങി പോട്ടെന്ന് എനിക്ക് താലി കെട്ടുമ്പോ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റേ കിരീടമാഴിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ അച്ഛന്മാരെല്ലാരും എന്നോട് ചോദിച്ചു എന്നെ വേണ്ടായിരുന്നു. വേണ്ടായിരുന്നു അല്ലെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. എനിക്ക് പുറകെ ഒന്ന് താലി കെട്ടുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിക്ക് കൈയൊന്നും വിറയ്ക്കുന്നൊന്നുമില്ലായിരുന്നു. കൈ സ്പീഡായി പോയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കൈയൊന്നും വിറയ്ക്കുന്നൊന്നുമില്ലായിരുന്നു. അല്ലേ, നീ ഓക്കെ അല്ലായിരുന്നു? ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ കണ്ടുമില്ല അവിടെ എന്നാ തോന്നിയത്. ഭക്തി സാന്ദ്രമായിരുന്നു. ഞാൻ കണ്ണടച്ചിരിക്കുവായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ണടച്ചിരിക്കുന്നോണ്ടേ ഒന്നും കണ്ടില്ല. കണ്ണു തുറന്നപ്പോ കാണുന്നത് അച്ഛൻ മറ്റേ മന്ത്രകൊടി തലയിലിടാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ഇട്ടോ റെഡിന്ന്. ചേച്ചി കല്യാണം കഴിഞ്ഞു, സോ ഹാപ്പി. അതെ, അടുത്ത ചാൻസ് ആയി. മറ്റേ ബൊക്കെ എറിയുമ്പോൾ ആദ്യം കയറി പിടിക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഉടനെ ഒന്നുമില്ല, 2-3 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അമ്മ എനിക്ക് കല്യാണം ആലോചിക്കുന്ന സാധനമല്ല പറഞ്ഞു, എന്റെ കാര്യം പറയുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞിന് പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവിധ ആശംസകളും ദൈവകൃപയും ഓൾ ദി വെരി ബെസ്റ്റ്. രണ്ടുപേരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. There's a mountain in my way, far too high for me to scale.
can't do this on my own. It seems impossible, but I'm choosing to believe what I know but cannot see, and I won't give up. No, I won't, because with God. How do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine, and when your smile creates that dimple. So we all know that നമുക്കെല്ലാവർക്കും അറിയാം today is a very special day അല്ലേ? സാധാരണ കല്യാണ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇരട്ടി മധുരമാണ്, ഒരു ഡബിൾ ഹാപ്പിനെസ് ആണ് ഇന്നത്തെ ഒരു മൊമെന്റിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് അല്ലേ? We all know that we all are gathered here for the celebration. And you know ആൽബിനും ഐബിനും അവരുടെ രണ്ട് പ്രിൻസസിന്റെയും which means ജിൻസുന്റെയും അതുപോലെ തന്നെ അപ്പിതയുടെയും വെഡിങ് റിസപ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഡേയിൽ ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത്. സോ കുഴിപ്പറമ്പൽ ഫാമിലിയിലെ രണ്ട് ആൺമക്കളുടെ കല്യാണം ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു വെരി 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 വാല്യുബിൾ മൊമെന്റ് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ടുഗദർ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഗോൾഡൻ ചാൻസ് കൂടിയാണ് എല്ലാവർക്കും ലഭിക്കുന്നത് അല്ലേ? നോർമലി നമ്മൾ ഒരു കല്യാണമല്ലേ കൂടാറുള്ളൂ, ശരിയാണല്ലേ? പക്ഷെ ഇന്നത്തെ ഒരു ദിവസം രണ്ട് കല്യാണങ്ങൾക്ക്, രണ്ട് ലൈഫ് ബിഗിനിങ്സിന്, രണ്ട് ഹാപ്പി മൊമെന്റ്സിനാണ് നമ്മൾ എല്ലാവരുടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സോ എക്സൈറ്റഡ് ആണോ? എങ്ങനെയായിരിക്കും നോർമൽ ആയിട്ടുള്ള വെഡിങ്ങിൽ നിന്ന് ഈ ഒരു സ്പെഷ്യൽ ഡേ, ഈ ഒരു സ്പെഷ്യൽ വെഡിങ് എങ്ങനെ ഡിഫറെന്റ് ആയിരിക്കും എന്നറിയാനൊക്കെ ആയിട്ട് എല്ലാവരും ക്യൂരിയസ് ആണോ? ആണോ? ആണെങ്കിൽ അതേന്ന് പറയാം. യു ഗൈസ് പ്ലീസ് റെസ്പോണ്ട് ടു മീ. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. എക്സൈറ്റഡ് ആണോ? എങ്ങനെ ആയിരിക്കും ചടങ്ങുകളൊക്കെ? എങ്ങനെ ആയിരിക്കും? ഒരുമിച്ചായിരിക്കോ സെപ്പറേറ്റ് ആയിരിക്കോ? എൻട്രി എങ്ങനെയായിരിക്കും? ഒരുമിച്ചായിരിക്കോ സെപ്പറേറ്റ് ആയിരിക്കോ എന്നൊക്കെ ഓർത്ത് എക്സൈറ്റഡ് ആണോ? Come on. ആണല്ലേ? ഓക്കെ. സോ നമ്മുടെ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് അങ്ങനെ വേണമല്ലോ പറയാനായിട്ട്. നമ്മൾ ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ്, വരന്മാരും വധുമാരും എന്താ പറയുക, ചെറിയ ചെറിയ ചടങ്ങിനൊക്കെ ശേഷം നമ്മുടെ എൻട്രൻസിൽ അവരുടെ ഗ്രാൻഡ് എൻട്രിക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നോർമലി ഉള്ളൊരു വെഡിങ്ങിൽ നിന്ന് വളരെയധികം സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും അവരുടെ ഹോൾ ഫാമിലി മെമ്പേഴ്സും ലൈഫ് ലോങ് മറക്കാൻ പാടില്ലാത്ത രീതിയിൽ അടിപൊളി ആയിട്ടുള്ള ഒരു എൻട്രി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡ്യൂട്ടി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫിന്റെ തുടക്കം ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ എല്ലാവരും വേണ്ടി യാത്ര ചെയ്തിരിക്കുന്നത്. ആസ് എ സെഡ് ഇനീഷ്യലി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർസ് രണ്ടുപേരായിട്ടുള്ള ആൽബിൻ ജിൻസു ഓൾറെഡി ഫോർ എ ഗ്രാൻഡ് എൻട്രി വേണ്ടി റെഡി ആയിട്ട് ഒരു എൻട്രൻസിൽ നിൽക്കുന്നുണ്ട്. സോ നമ്മളെ അടിപൊളിയായിട്ട് എന്താ പറയുക, ഒരു മാക്സിമം ലെവൽ ഓഫ് എനർജി വേണം കേട്ടോ.
ഒരു എൻട്രൻസിൽ അവരുടെ ഗ്രാജുവേഷന് വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെല്ലാവരും ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞ എൻട്രി ടൈമില്ല ഇവരിങ്ങനെ എന്താ പറയുക വണ്ടടിച്ച് നിൽക്കുന്ന രീതിയിൽ ഗംഭീരമായിട്ടുള്ള കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ ബ്യൂട്ടിയിൽ ഇങ്ങനെ മിഴിച്ചു നിൽക്കാൻ എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടെ നോക്കി കാണാണ്. സോ അങ്ങനെയാണെങ്കിൽ this is time for the news round of applause. Can you please once again put your hands together for Mr. and Mrs. Alvin? Come on. ഒരിക്കൽ കൂടി Mr. and Mrs. Alvin നല്ലൊരു കൈ കൊടുക്കാം. Come on. നിങ്ങൾക്ക് മാറിപ്പോവോ ഇവര്? ഇല്ല, മാറിപ്പോവോ? കണ്ടറിയാം അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഹാപ്പി കൺഗ്രാജുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. രണ്ടുപേരും ഒരു 5 മിനിറ്റ് ഇരുന്നോളൂ. കമോൺ, 5 മിനിറ്റ് ഇരുന്ന് റെസ്റ്റ് എടുത്തോ. യെസ്. സോ പാരന്റ്സിനെ ഞാൻ വെൽക്കം ചെയ്യാം. ബിഫോർ ദാറ്റ് എനിക്ക് ഇവരോട് ഭയങ്കര റിഗ്രറ്റ് ആയി പോകും. സോ ആസ് ഐ സെഡ് ബിഫോർ, ഈ ഒരു മൊമെന്റിൽ എന്താണ് നിങ്ങൾക്ക് 4 പേർക്കും തോന്നുന്നതെന്ന് അറിയാനായിട്ട് ഇവരെ പോലെ തന്നെ ഞാനും വളരെ ക്യൂരിയസ്ഡ് ആണ്. സോ ഐവിൻ അല്ലേ, ഇനി എനിക്ക് മാറി പോകാൻ തുടങ്ങും കേട്ടോ. സോ ഐവിൻ, ഹൗ ഡു യു ഫീൽ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ റൈറ്റ് നൗ? എന്ത് തോന്നുന്നു ഒരുമിച്ച് ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ? ഹൗ ഡു യു ഫീൽ? വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും ഇപ്പോൾ 2 ഫാമിലി അല്ലെങ്കിൽ ഒറ്റ ഫാമിലി ഇപ്പോൾ 3 ഫാമിലി ഒരുമിച്ച് കഴിയുമ്പോൾ വളരെ സന്തോഷം. ഇവിടെ അബിത, ഹൗ ഡു യു ഫീൽ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ? So happy, thank God. ഓക്കെ, വെൻ കമ്മിങ് ടു ഇവരെയാണ് ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. സോ ഹൗ ഡു യു ഫീൽ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ റൈറ്റ് നൗ, ജിൻസു? ഈ ഒരു മൊമെന്റ് തന്നതിന് ഫസ്റ്റ് ദൈവത്തിന് നന്ദി പറയാണ്. ആൻഡ് ഓൾ അവർ ഫാമിലീസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് ടു ദ ലോർഡ്. താങ്ക് യു ഓൾമൈറ്റി. നല്ല രീതിയിൽ ഹാപ്പിയാണ്. എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരുടെയും ഈ നല്ലൊരു മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതിന് താങ്ക് യു. ഓക്കെ, ഇവർ 4 പേരും ഭയങ്കര ഹാപ്പി ആണല്ലേ? സോ 4 പേർക്ക് ഒരുമിച്ചൊരു എനർജറ്റിക് ആയിട്ടുള്ള കൈയടി കൂടി നമുക്ക് കൊടുക്കണേ. Can you please put your hands together once again? ഓക്കെ, ഇനി കുറച്ചധികം പേരെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് വിളിക്കാനായിട്ടുണ്ട്. നമുക്കറിയാം, നിങ്ങൾ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നോ നിങ്ങളുടെ 2 പേരുടെ വിവാഹം ഒരുമിച്ചായിരിക്കുമെന്ന്? ഫാമിലി മെമ്പേഴ്സ് പ്ലാൻ ചെയ്തിരുന്നോ അല്ലേ? ചെറുപ്പം മുതൽ എനിക്ക് തോന്നുന്നു എല്ലാ കാര്യത്തിലും ഒരുമിച്ചായിരുന്നു. സോ എൻട്രി അടിപൊളിയായിരുന്നു. ഈ ഒരു സ്റ്റേജ് വിത്ത് യു, നിങ്ങളെ വെച്ച് ഈ ഒരു സ്റ്റേജ് കാണാനായിട്ട് വളരെ അടിപൊളിയായിട്ടുണ്ട്. സ്റ്റിൽ സ്റ്റേജ് ഇപ്പോഴും ഇൻകംപ്ലീറ്റ് തന്നെയാണ്. കുറച്ചധികം ആളുകളിലൂടെ ഈ ഒരു സ്റ്റേജിലേക്ക് യാത്ര ചെയ്താൽ മാത്രമേ ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുകയാണ്. ഒരുപാട് പേരുണ്ട് വിളിക്കാൻ. സോ ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ 2 പേരുടെ നമ്മുടെ ഹാൻഡ്സം ഗ്രൂംസിന്റെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെ നമുക്കൊന്ന് തുടങ്ങാം. ലെറ്റ്സ് വെൽക്കം. ആദ്യം ഞാൻ ഇവരുടെ പാരൻസിനെയാണ് ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് പോകുന്നത്. അവരും അടിപൊളിയായിട്ടുള്ള ഒരു കൈയടി ഡിസേർവ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ അവരെ വെൽക്കം ചെയ്യുന്ന സമയത്തും വളരെ ഗംഭീരമായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള കൈയടി കൊടുക്കണം. റെഡി അല്ലേ? സോ റെഡി ആണെങ്കിൽ with the same energy, with the same huge round of applause, let's welcome their father, Mr. Elias KP, and mother, Mrs. Rina Elias. Come on, നിങ്ങൾ കൈയൊക്കെ പിടിച്ച് ഒരുമിച്ചൊന്ന് റൊമാൻറ്റിക് ആയിട്ട് കയറി വന്നേ. കൈയൊക്കെ പിടിച്ച് റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ തന്നെ നല്ലൊരു ഗംഭീരമായിട്ടുള്ള കൈയടി കൊടുക്കാം പ്ലീസ്. ഓക്കെ, ഇപ്പോഴും നമ്മുടെ കുഴിപ്പറമ്പൽ ഫാമിലി തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. വേറൊരു കാര്യം എസ്പെഷ്യലി
ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം നമുക്ക് ആൽബിന്റെ ബ്രൈഡിൽ നിന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് യു തിങ്ക്? റെഡി അല്ലേ? സോ ഇവരുടെ രണ്ടുപേരുടെ പാരന്റ്സ് സിബ്ലിംഗ്സ് ഒക്കെ നിങ്ങളുടെ ഗ്രാൻഡ് എൻട്രിക്ക് വേണ്ടി റെഡി ആയിട്ട് നിന്നോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആൽബിന്റെ ബ്രൈഡ് ആയിട്ടുള്ള ജിൻസുന്റെ പാരന്റ്സിനെയാണ് ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാൻ പോകുന്നത്. With a huge round of applause, let's welcome her father, Mr. KVK Varghese, and mother, Mrs. Kunjimol Varghese. Come on. നിങ്ങളെ കൈയൊക്കെ പിടിച്ച് റൊമാൻറ്റിക് ആയിട്ട് വന്നാൽ മതി. യെസ്, ഞങ്ങൾക്ക് കപ്പിൾസിനെയാണ് വേണ്ടത്. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കാട്ടോ പ്ലീസ്. ഓക്കെ, ഇനി ഒരു ഫാമിലിയാണ് ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ജിൻസുവിന് സിബ്ലിംഗ് ആയിട്ട് ഒരു ബ്രദറാണുള്ളത്. ബ്രദറും ബ്രദറിന്റെ വൈഫിനെയാണ് ഒരുമിച്ച് ആ ഒരു കപ്പിളിനെയാണ് ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാൻ പോകുന്നത്. സോ വിത്ത് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്, ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ജുബിൻ ആൻഡ് അൻസു അജയ് ടു ദിസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് സ്റ്റേജ്. കം ഓൺ, നല്ലൊരു കൈ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇവര് സ്പെഷ്യൽ കളർ കോഡ് നിങ്ങൾ ചൂസ് ചെയ്തത് എന്തായാലും നന്നായി. ഇവര് മാറിപ്പോകത്തില്ലല്ലോ, എനിക്ക് എല്ലാവരും മാറിപ്പോകും, അതാണ് മെയിൻ തിങ്. ഓക്കെ, ഇനി നമുക്ക് അബിതയുടെ പാരന്റ്സിനെയാണ് ഈ ഒരു വേദിയിലേക്ക് നെക്സ്റ്റ് വെൽക്കം ചെയ്യാൻ പോകുന്നത്. സോ വിത്ത് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്, ലെറ്റ്സ് വെൽക്കം ഹെർ ഫാദർ മിസ്റ്റർ ബിജു PC ആൻഡ് മദർ മിസ്സസ് അശ്വതി ബിജു. കം ഓൺ, നല്ലൊരു കൈയോടെ ഈ ഒരു കപ്പിളിനെ കൂടി വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. എൻ്റെ അമ്മ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല. ഇവരെ വെൽക്കം ചെയ്തപ്പോൾ നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തായിരുന്നോ? ഈ കപ്പിളിന് കുറച്ച് സപ്പോർട്ട് കൂടുതലായിരുന്നു അല്ലേ? ശരിയല്ലേ? ആ ഒരു സപ്പോർട്ട് ഒന്ന് കാണിച്ചു നോക്കട്ടെ. നിങ്ങൾക്ക് ഫാൻസ് ഭയങ്കര കൂടുതലാണല്ലോ, എന്താണ്? ഓക്കെ, ഇനി ഇവിടെ സിബ്ലിംഗ് ആയിട്ടുള്ളത് ഒരു സിസ്റ്റർ ആണ്, which is very beautiful, who is very beautiful. Let's welcome the beautiful, the gorgeous, come on, Anina Bichu to the stage. Yes, നല്ലൊരു കൈ കൊടുക്കാം കേട്ടോ. So, ഇന്ന് മുതൽ from this day, this three family become, സാധാരണ ഞാൻ two family എന്നാ പറയുന്നത്, പക്ഷെ ഇപ്പോൾ വേറെ ആണല്ലോ കാര്യം. This three family become a single, a happy, a united family അല്ലേ? So ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഈ ഒരു മൂന്ന് ഫാമിലിക്കും അടിപൊളിയായിട്ടുള്ള ഒരു കൈ കൊടുക്കട്ടെ ഫൈനലി. Come on. ഇനി ഈ ഒരു മൊമെന്റിൽ ഇപ്പൊ എന്റെ തള്ളി കേട്ട് കേട്ട് നിങ്ങളിങ്ങനെ ബോറടിച്ചിരിക്കുകയായിരിക്കും. ബോറൊന്നും അടിക്കില്ല, എങ്കിലും ഈ ഒരു മൊമെന്റ് ബ്ലെസ്സിങ്സ് ചൊരിയുന്നതിനായിട്ടും പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ ആശംസകളോടും കുറച്ചും കൂടി ഈ ഒരു മൊമെന്റ് കുറച്ചും കൂടി ഈവൻ മോർ ഓസ്പീഷ്യസ് ആക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ഫാദേഴ്സിനെ കൂടി ഈ ഒരു സ്റ്റേജിലേക്ക് നല്ലൊരു കയ്യടിയോടെ തന്നെ ഏറെ ബഹുമാനത്തോടെ നമുക്ക് വെൽക്കം ചെയ്യാം. Come on. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെ അനുവാദത്തോടെ വിശുദ്ധമായ വിവാഹ ഉദാശയിലൂടെ ഒന്നായി കരുതിയിരിക്കുന്ന ഈ നവദമ്പതികളെ ഇരുവരെയും ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ സ്നേഹവിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ആ ദിവ്യമായ പ്രകാശത്തിൽ ഇവരുടെ കുടുംബജീവിതം എന്നും പ്രകാശപൂരിതമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നവദമ്പതികൾ ആദ്യം രണ്ടുപേരും വന്ന് അതിനുശേഷം രണ്ടുപേരുമായി മുമ്പോട്ട് കടന്നു വന്ന് തിരികൾ തെളിയിക്കുന്നതാണ്.
പോവാണ് അല്ലേ. സോ ഈ ഒരു ടൈമിൽ പഴമക്കാർ പറയുന്ന ചെറിയൊരു കാര്യമുണ്ട്, ആ ഒരു കാര്യം നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് ഷെയറിങ് ഒരുമിച്ച് കട്ട് ചെയ്ത് ഷെയർ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ദോസ് ഹു ഷെയർ ദ ബിഗർ പീസ് വിൽ ലവ് ദി അതർ മോസ്റ്റ് എന്ന് പറയുന്നത്. ഇവരിൽ ആരാണോ വലിയ പീസ് ഷെയർ ചെയ്യുന്നത് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഐവിനാണോ അഭിനയ്ക്കാണോ ജിൻസുനാണോ ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് നമുക്ക് നോക്കണം. റെഡിയാണോ? സോ ട്രൈ ടു ഓപ്പൺ യുവർ മൗത്ത് ആസ് മച്ച് ആസ് പോസിബിൾ. വായൊക്കെ നന്നായിട്ട് തുറന്നു പിടിച്ചോളൂ കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കിട്ടുന്ന ആദ്യത്തെ ടാസ്ക് ആണ്, സോ വിട്ടു കൊടുക്കരുത്. റെഡിയല്ലേ ജിൻസു? റെഡിയല്ലേ? അവിടെ റെഡിയല്ലേ? ഓക്കെ, റെഡി ആണെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് 3. കം ഓൺ, 3, 2, 1 and here we go. Once again please put your hands together for this beautiful couple. സർപ്രൈസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. രണ്ടുപേരും ഒന്ന് ഫ്രണ്ടിലേക്ക് നീങ്ങി നിന്ന് ഒരുമിച്ച് നിന്നോ. ആ സർപ്രൈസ് എന്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആണ്. സീരിയസ്ലി നമ്മുടെ കുഴിപ്പറമ്പൽ ഫാമിലിയിലെ ഏറ്റവും, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ബ്രദർ ആയിട്ടുള്ള എബിൻ ചേട്ടൻ, ഇവർക്ക് രണ്ടുപേരും ഈ ഒരു സ്പെഷ്യൽ ഡേ കുറച്ചും കൂടി അടിപൊളിയാക്കുന്നതിനായിട്ടും ഇവരുള്ള സ്നേഹത്തിന്റെ ആ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് ആയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഒരുക്കാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രാൻഡ് സർപ്രൈസ് ഫീസ്റ്റ് ആണ് ഒരുക്കിയിരിക്കുന്നത്. ഫുൾ മട്ടൻ മന്തി. കമാ നല്ലൊരു കൈ കൊടുക്കാം കേട്ടോ, നല്ലൊരു കൈ. കമാ ഓക്കെ, അതൊന്ന് ഇവരൊന്ന് കാണിച്ചു കൊടുത്തേ. കമാ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. യെസ്, ഇതാണ് ഫുൾ മട്ടൻ മന്തി. ഇനി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വിരുന്ന് സൽക്കാരം ഹോൾ അടിക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഇന്നത്തെ ഒരു വിരുന്ന് സൽക്കാരം നമ്മൾ ബിഗിൻ ചെയ്യുന്നത് നിങ്ങളെ കഴിച്ചുകൊണ്ടാണ്. എബിൻ ചേട്ടന് ആ ഒരു ഹ്യൂജ് സർപ്രൈസ് നിങ്ങളെ കഴിച്ചുകൊണ്ടാണ്. ബാക്കി എല്ലാവരും ഫുഡ് വിരുന്നുള്ള ആ ഒരു രീതിയിലേക്ക്, ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നല്ലൊരു കൈയടി കൊടുത്ത് ഈ ഒരു സർപ്രൈസ് ഫീസ്റ്റ്, ഈ ഒരു ഗ്രാൻഡ് ഫീസ്റ്റ് കഴിക്കുന്നതിനായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള 4 പേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. സോ once again please put your hands together for these couples. Come on, നിങ്ങൾ കഴിക്കാനായിട്ട് റെഡി ആയിക്കോ, ഇറങ്ങിക്കോ.
രണ്ടുപേരും. എനിക്ക് ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് തോന്നുന്നതെന്ന് അറിയില്ല. സോ സിബ്ലിങ്സ് ആർ ദി ബെസ്റ്റ് ബഡീസ് എന്നാണ് വേൾഡ് വൈഡ് പറയുന്നത് അല്ലേ. നമ്മുടെയൊക്കെ ശരിക്കുള്ള കയ്യിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ സിബ്ലിങ്സിനാണ്. സോ ഇവിടെ എബിൻ ചേട്ടനോട് ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ആൽബിനും സ്വഭാവത്തിൽ when we consider their characters കൺസിഡർ ചെയ്യുമ്പോൾ ആൽബിനും ഐബിനും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്താണ്? ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടുപേരും ഒരു സ്വഭാവമാണ് ഓൾമോസ്റ്റ്. അതിലൊന്ന് തന്നെ. ഓക്കെ, എങ്കിൽ ആൽബിന്റെ എബിൻ ചേട്ടന് ആൽബിനുള്ള സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആൽബിന്റെ ക്യാരക്ടേഴ്സിൽ ഔട്ട് ഓഫ് ഹിസ് ക്യാരക്ടേഴ്സ് എബിൻ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം പറഞ്ഞേ. മദ്യപിക്കില്ല. സോബറാണോ? മദ്യപിക്കില്ല. ഓ മൈ ഗോഡ്, സച്ച് നൈസ് ഗൈ. പക്ഷെ മദ്യപിക്കുന്നവരെല്ലാവരും നൈസ് അല്ലാന്നല്ലാണോ പറഞ്ഞത്? ഓരോരുത്തരുടെ ചോയ്സ്. ഐബിന്റെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ? പുകവലിക്കില്ല. ഇത് 3 മക്കളെ കൂടി എനിക്കിട്ട് പണിയുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? എബിച്ചേട്ടൻ പോയിക്കോ മതി. ഓക്കെ, ഇനി ഇവരില്ല ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഡാൻസ് പ്രോഗ്രാംസ് കഴിഞ്ഞിട്ടാണ് ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഡാൻസ് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഓക്കെ, കമോൺ, നമുക്ക് ഡാൻസ് പെർഫോമൻസിലേക്ക് പോവാം. സോ ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ വക അടിപൊളി ആയിട്ടുള്ള ഒരു ഡാൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു നല്ല കീർത്തനം വായിച്ചേ. എന്ത് കീർത്തനം വായിക്കട്ടെ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് അറിയില്ല. അന്നത്തെ സാധനം മിസ്സിനെ ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ല പറ്റും. ആ ആ
I've been searching my whole life for you.
വയസ്സിന് ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് എന്തായാലും എൻ്റെ പിള്ളേരെ പോലെയാണ് അവർ. ഞാൻ എടുത്തുകൊണ്ട് കിടന്നവന്മാരാണ്. കല്യാണ പ്രായമായി. ഭയങ്കര സന്തോഷമുണ്ട്. രണ്ടുപേരും രക്ഷപ്പെട്ടു. എല്ലാം കൊണ്ടും സന്തോഷമുണ്ട്. സെറ്റിൽഡാണ്. ജിൻസു ആണെങ്കിലും അഭിത ആണെങ്കിലും രണ്ടുപേരും ഒരേ എന്താ പറയുക ഒരേ വൈബാണ്. എല്ലാം കൊണ്ടും നമുക്ക് പറ്റിയ വൈബാണ്. നല്ല പിള്ളേരാണ്. കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല, ഒരു ഇല്ലാത്ത പിള്ളേരാണ്. പിന്നെന്താ, ഞാന് പിള്ളേരെയാണ് ആദ്യം കാണുന്നത്. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ അവരെയാണ് എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത്. പിന്നെയാണ് ഞാൻ ചേട്ടനെ കാണുന്നത്. അങ്ങനെയാണ് എന്താ പറയുന്നത്, ഞാൻ ഈ ഫാമിലിയിലോട്ട് വന്നത്. ഇതാണ് എൻ്റെ ഫാമിലി എന്ന് ഞാൻ അപ്പം ഡിസൈഡ് ചെയ്ത്. അതൊക്കെ അതുകൊണ്ട് ചേട്ടനൊക്കെ. പിന്നെന്നാ, എൻ്റെ ഇച്ചാൻ്റെ മക്കളെ പോലെയാണ്, അതുപോലെ എൻ്റെയും മക്കളെ പോലെയാണ്. ഒരിക്കലും അനിയന്മാരല്ല, മക്കളാണ്. ചേച്ചിന്ന് തികച്ചു വിളിക്കില്ല. എപ്പോഴും ഒരു ചിരിയോടെ രണ്ടുപേരും ആ ചേച്ചി എന്ന് പറഞ്ഞിങ്ങനെ വരും. എന്നെക്കാളും കൂടുതൽ അഭിപ്രായം ചോദിക്കുന്ന അനുവിനോടാണ്. എന്തുണ്ടെങ്കിലും സ്റ്റൈലിന്റെ കാര്യമാണെങ്കിൽ എന്താണേലും. അതെ, ചേച്ചി ചേച്ചി ചേച്ചി. ഇനിയിപ്പോ കെട്ടി ഭാര്യമാരൊക്കെ, ഇനിയിപ്പോ ചേച്ചി വേണ്ടല്ലോ. ഇനിയിപ്പം അപ്പന ഞങ്ങളെ വെറുതെ വിടുക. ബ്രൈഡ്സിനോട് നമ്മള് എന്താ പറയണേ, അവര് പെർഫെക്റ്റ് ആണ്. ഞങ്ങളുടെ പിള്ളേർക്ക് ഒരു കുറവായിട്ടോ കുറ്റായിട്ടോ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ടുള്ള ഒരേ വൈബാണ്. എന്താ പറയാ, എന്താ ഞാൻ കറിയും ഒന്നീ കോമഡി അല്ല കരച്ചില്. അപ്പം എല്ലാവരും ഓൾ ദി ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ദി ഫാമിലി അഭിത ആൻഡ് ജിൻസ്. ജിൻസുവിനെ പറ്റി പറയാനാണെങ്കിൽ അവള് എൻ്റെ പെങ്ങളാണ്. പക്ഷേ ചില സമയത്ത് എൻ്റെ എന്താ പറയുക ഗോ ടു പേഴ്സൺ, അല്ലെങ്കിൽ എന്തുവാ എല്ലാം അറിയുന്ന ഒരാൾ, എൻ്റെ എല്ലാ കാര്യങ്ങളും ചെറുതും വലുതും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരാൾ. വീട്ടിൽ ആദ്യം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആദ്യം അവളുടെ അടുത്തോട്ടാണ് പോകുന്നത്. രണ്ടാമതേ പപ്പായുടെ അമ്മയുടെ അടുത്ത് പോകത്തുള്ളൂ. പക്ഷേ അവളുടെ അടുത്ത് പോയി ഒരു സൊല്യൂഷൻ കിട്ടും എന്നുള്ള 100% ഉറപ്പാണ്. പിന്നെ ജിൻസു ആസ് എ പേഴ്സൺ അവൾ ഭയങ്കര ബോൾഡാണ്. അവൾ ഞാൻ ചില സമയത്ത് തത്തറിച്ച് പോയാലും അവൾ ആ സമയത്ത് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് അവൾ സപ്പോർട്ട് ചെയ്യും, നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. അതിപ്പം അവളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറത്തില്ല. അത് ആരും ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അവൾ മാറാറില്ല. പക്ഷേ അവൾ ആൽബിന് നല്ലൊരു ബ്ലെസ്സിങ് ആയിരിക്കും. അവരുടെ ഫാമിലിക്കും. അവൾ നല്ലൊരു പള്ളിയിൽ പോകുന്ന നല്ലൊരു എന്താ പറയുക ദൈവഭക്തി ഉള്ളൊരു കുട്ടിയാണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നോക്കി നടത്താൻ കേപ്പബിളാണ്. അവളുടെ കേപ്പബിലിറ്റീസ് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അവൾ പോകുന്ന ആ കുടുംബം നല്ല രീതിക്ക് അനുഗ്രഹിക്കപ്പെടും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അൻസു ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്നതാണ്. ഇവളെ പോലും അവൾ എൻഗേജിങ് ആക്കി നിർത്തിയിട്ടുണ്ട് അല്ലടാ. ഒരു സിസ്റ്റർ എന്നതിലുപരി നല്ലൊരു ഫ്രണ്ടാണ് അവളല്ലേ. എപ്പോഴും ഞങ്ങളെ കെയർ ചെയ്ത് നല്ല രീതിക്ക്, ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാകുമ്പോൾ പോലും അവൾ വന്നിട്ട് ഇൻ ബിറ്റ്വീൻ ഞങ്ങളെ റിസോൾവ് ചെയ്ത് ആ ഇഷ്യൂസ് ഇല്ലാത്ത രീതിയിൽ. ഇന്നലെ തന്നെ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്ത് പോകാൻ അവൾക്ക് നല്ല രീതിക്ക് പറ്റും. രണ്ട് ഫാമിലീസിലും നല്ല രീതിക്ക് മാനേജ് ചെയ്ത് പോകാൻ അവൾക്ക് കഴിയും. അവൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തൊരു പ്രൊഫഷനാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. കാരണം അമ്മച്ചിയൊക്കെ നോക്കി നല്ല പരിചയമാണ് ആശട്ടിക്ക്. അപ്പം ഇവരുടെ വീട്ടിലും നല്ല രീതിക്ക് അവിടെയും അമ്മയുണ്ട്, അമ്മച്ചിയുണ്ട്. അവർക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും അവളെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അൻസു എന്താണ് പിന്നെ ആഡ് ചെയ്യും? ജിൻസുവിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ അവളെ ഇപ്പോൾ പരിചയപ്പെട്ടിട്ട് 6 മാസത്തോളമായി. സ്റ്റാർട്ടിങ് തൊട്ട് എന്താ പറയുക എല്ലാ കാര്യത്തിനും, എൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 12 ദിവസം ആയിട്ടേ ഉള്ളൂ. 12 ദിവസം ആയിട്ടേ ഉള്ളൂ. ഈ ഒരു ഫുൾ ടൈം എൻ്റെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളുടെ ടൈം ആണെങ്കിലും ഫുൾ അവൾ ഓടി നടക്കാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ലൊരു സിസ്റ്ററിൻ്റെ കൂടെ, സിസ്റ്ററെ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെന്താ
അവള് പിന്നെ ഗ്രൂം ആൽബിൻ, അവൻ ഈസ് എ ജെം ഔട്ട് ഓഫ് പേഴ്സൺ ആക്ച്വലി. എന്താ പറയാ, ഞങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും അവൻ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ അഭിതയുടെ എൻഗേജ്മെന്റിന് പോയി. അവന് ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അവൻ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ആ ഒരു വേ ഓഫ് ഗെസ്റ്റർ അത് ഭയങ്കര ഞങ്ങളെ സൂത്തിങ് ആണ്. അതെന്താ പറയാ, എനിക്ക് ചിലപ്പോൾ വേർഡ്സ് കിട്ടത്തില്ല, ചിലപ്പോൾ സ്റ്റട്ടേഡ് ആവും, പക്ഷേ അവൻ ഹീസ് എ ബെസ്റ്റ് പേഴ്സൺ. ഞാൻ അളിയാന്ന് നീട്ടി വിളിച്ചു കഴിഞ്ഞാൽ അളിയേക്ക് ഒരു കൂടുതൽ കാണും. അത് നല്ല രീതിക്ക് അവൻ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ അൻസുനെ ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ ആശാൻ വിത്തിൻ സെക്കൻഡ്സ്, സ്പ്ലിറ്റ് സെക്കൻഡ്സിലാണ് അൻസു എന്നാ ഉണ്ട്, ആ ഒരു വേ ഓഫ് അത് വേറെ രീതിയാണ്. ഐബിനാണെങ്കിലും ഞാൻ ആദ്യം കാണുന്നത് ഐബിനെയാണ്, പക്ഷേ ഞാൻ ഇടയ്ക്ക് അവനെ കളിയാക്കാറുണ്ട്, ആദ്യം പ്രോക്സി വെച്ചാണ് പെണ്ണ് കാണാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട്. ബട്ട് ദേ ആർ ദ ബെസ്റ്റ്. ഞാൻ ഇപ്പോൾ അറിയാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി. എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു. ഇതുവരെ ദൈവം സഹായിച്ച് നല്ലതായിട്ട് നടന്നു. ഐബിനും ആൽബിനും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുന്നു. മോടെ കല്യാണം അടിപൊളിയായിരുന്നു, മംഗളമായിട്ട് നടന്നു. എല്ലാം ഗ്രാൻഡ്, ഉദ്ദേശിച്ചതിനെക്കാട്ടിലൊക്കെ ഗ്രാൻഡ് അടിപൊളി. മോളെ പറ്റി പറയുവാണേൽ സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും എല്ലാം ദൈവവിശ്വാസമുള്ള കുഞ്ഞാണ്. ദൈവം തന്ന ഞങ്ങൾക്കൊരു നല്ലൊരു നിധിയാണ്. ഉള്ള കാര്യം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അതിന് പറഞ്ഞാൽ തീരത്തില്ല, വാക്കുകളില്ല. അത്രയ്ക്കും നല്ല നിറഞ്ഞ മനസ്സോടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ പിറവത്ത് കുഞ്ഞിനെ കൊടുക്കുന്നത്. അതിന് അവർക്ക് അനുഗ്രഹിച്ച് ഒരു പൈതലിനെ കിട്ടി. അതിന് നന്ദിയോട് ഞങ്ങൾ ദൈവത്തിന് നന്ദി സ്തോത്രം കരയറ്റുവാണ്. പയ്യനും പൂളൂട്ടിയോ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിച്ചിലൊക്കെ ഉപരിയായിട്ടുള്ള നല്ല പയ്യനെയാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്, തന്നത്. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണുവാൻ ഞങ്ങൾ മാതാപിതാക്കളെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. യെസ്, അത് തന്നെ. അവരുടെ വീട്ടുകാരാണെങ്കിലും നല്ല മനുഷ്യരാണ്. എല്ലാം കൊണ്ടും നമ്മൾ ഉദ്ദേശിച്ചതിലൊക്കെ അധികമായി നല്ല മനുഷ്യരെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എല്ലാ സഹോദരങ്ങളായാലും എല്ലാവരും.
ദാസിൻ കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് എൻ്റെ സീനിയർ ഉണ്ടായിരുന്നു, അത് ചേട്ടായുടെ കസിനാണ്. അപ്പോൾ പുള്ളിക്കാരി ത്രൂ ആണ് ഞങ്ങൾ കണക്റ്റഡ് ആയത്. എനിക്കായിരുന്നു ആദ്യമേ ചേട്ടായോട് ഇഷ്ടം തോന്നിയത്. ഞാൻ ചേട്ടായോട് ചെന്ന് പറഞ്ഞു. മേ ബി എൻ്റെ ഇൻഫാക്ച്വേഷൻ ആയിരിക്കാം, പുള്ളി എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. ഞാൻ വിട്ടില്ല. ഞാൻ കുറേ ഒരു 6 to 7 years ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു. ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ചേട്ടായി ഒന്നും സെറ്റിലൊന്നും ആവാത്തതുകൊണ്ടായിരിക്കാം മേ ബി എന്നോടൊരു എസ്സോ ഒരു ഹോപ്പോ ഒന്നും എന്നോടൊന്നും പറഞ്ഞില്ല. ആൻഡ് ഫൈനലി 2023 ജാനുവരി 22 ആൾ ന്യൂസിലൻഡിൽ പോയപ്പോൾ എന്നെ വിളിച്ചു. വീട്ടിൽ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ആദ്യമേ മെസ്സഞ്ചറിലൊരു ഹായ് അയച്ചു. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഫ്രീ ആണോ ചോദിച്ചു, വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. വീട്ടിൽ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ആദ്യമേ വീട്ടിലൊക്കെ കുറച്ച് സീനൊക്കെ ആയിരുന്നു, ബട്ട് എൻ്റെ ബ്രദർ നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെയെല്ലാം ഇതുവരെ അങ്ങനെ നിൽക്കുന്നു. ആക്ച്വലി ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. ജസ്റ്റ് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കസിൻ സിസ്റ്ററുണ്ട്. ഇവർ സെയിം കോളേജിലാണ് പഠിച്ചത്. അപ്പം അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജസ്റ്റ് എന്നെക്കുറിച്ച് അവൾ പറഞ്ഞുള്ള അറിവാണ് ഇവക്കുള്ളൂ. ചേട്ടനെ പറ്റി എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ഞാനും എൽഡയും. അപ്പം അവൾ എന്നെക്കുറിച്ച് പറഞ്ഞുള്ള അറിവ് വെച്ചാണ് പുള്ളിക്കാരി എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഇൻട്രസ്റ്റ് തോന്നി. ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ബട്ട് പെയ്യെ എന്താ പറയുക, നമുക്കൊരു ക്യൂരിയോസിറ്റി കാണത്തില്ലേ, അതിൻ്റെ പുറത്ത് ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കന്ന് എന്തോ പറയുന്നത്, ആ ഒരു ടൈമിൽ ഒരു പൊട്ടത്തരം എന്നൊക്കെ പറയൂലേ, അങ്ങനെ തോന്നിയ ഒരു ഇതാ. അല്ല, ആക്ച്വലി ഒരു ട്രൂ ലവ് എന്നൊന്നും അന്നേരം സ്റ്റാർട്ടിങ്ങിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എൻ്റെ മൈൻഡിൽ. പക്ഷേ ചേട്ടായിക്ക് എന്നോട് എന്തോ ഒരു ഇതുള്ള പോലെ എനിക്ക് പണ്ട് തൊട്ടേ തോന്നുമായിരുന്നു. പക്ഷേ ചേട്ടായി അതൊന്നും പുറത്ത് കാണിക്കത്തില്ല കേട്ടോ. ആ കാര്യത്തിൽ ഭയങ്കര കൺട്രോളാണ്. എൻ്റെ അടുത്ത് ഇതുവരെ ഒന്നും എനിക്ക് വിട്ട് തന്ന് ഒരു മെസ്സേജിൽ പോലും ഒന്നും എന്നോട് ഒരു സൂചന പോലും തന്നിട്ടില്ല. ആൻഡ് റിഗ്രറ്റ് അല്ല, കാരണം ഞാൻ 2022 പോകുന്നത്. കാരണം അതിനു മുന്നേ ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ, ഒന്ന് സെറ്റിലാവണം, റെഡി ആവണം, അതിനുവേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു. എനിക്ക് ആ സെയിം ഫീലിംഗ് തന്നെയാണ് ഇപ്പോഴും ചേട്ടായിനെ കാണുമ്പോൾ. കാരണം ഞങ്ങൾ തമ്മിലുള്ള എന്നാ പറയുന്നത്, അങ്ങനെ ഒരു ക്ലോസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പം ഞങ്ങളുടെ ക്ലോസ് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ എടുത്ത സേവ് അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ക്ലോസ് മൊമെന്റ്സ്. ഞങ്ങളങ്ങനെ നേരിട്ട് പോലും കണ്ടിട്ടില്ല. ചേട്ടായി പറഞ്ഞില്ലേ ചേച്ചിയുടെ കാര്യം, എൽഡ ചേച്ചിയുടെ ഗ്രാജുവേഷനൊക്കെ കാറിൽ വന്ന് ഇത്രേ കാണത്തുള്ളൂ. ആളുടെ ഹൈറ്റ് പോലും എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല. ഞങ്ങൾ ചാറ്റിലൂടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല പക്ക കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണ്. അതായത് എല്ലാം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായാലും എല്ലാ അപ്ഡേറ്റ്സും എനിക്ക് തരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റോറി. ഇനി ഞങ്ങളുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് കൊണ്ടുപോവുക. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. മാർച്ച് 3-ാം തീയതി പോകും. വിചാരിച്ച പോലെ എല്ലാം ഓൾമോസ്റ്റ്. ഫിയസിൻ്റെ കാര്യം എനിക്ക് ശരിക്കും പറഞ്ഞൊരു ക്ലൂ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഈ അജിൻചേട്ടൻ അലാക്കാട്ടിൻ്റെ ഓണർ, പുള്ളി ന്യൂസിലൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ പുള്ളി വീട്ടിൽ വന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് അപ്പോഴാണ് ചിന്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് അവിടെ വെച്ച് സംസാരിച്ച് ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അന്ന് എൻ്റെ ബ്രദറിൻ്റെ ചേട്ടൻ, ഞങ്ങളൊരു കസിൻസാണ്, ജോമോൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, പുള്ളിയാണ് ഇത് ഫുൾ ഓർഗനൈസ് ചെയ്തേക്കുന്നത്. പുള്ളിയും എൻ്റെ ചേട്ടനും കൂടെ സത്യം പറഞ്ഞാൽ അവർ അബദ്ധത്തിൽ എനിക്കൊരു സാധനം മെനു അയച്ചു തന്നു, ഇതുണ്ടെന്ന്. പക്ഷേ അത് ബൈ മിസ്റ്റേക്ക് എന്നും പറഞ്ഞാൽ അപ്പം തന്നെ എന്നെ കൺവിൻസ് ചെയ്ത് മാറ്റി വിട്ടു. പക്ഷേ എനിക്ക് അപ്പോഴും ചിന്തിച്ചില്ല ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷേ അബദ്ധവശാല സാധനം എൻ്റെ കയ്യിൽ വന്നായിരുന്നു. പക്ഷേ അത് ബൈ മിസ്റ്റേക്ക്, ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ ഞാനും അത് അവോയ്ഡ് ചെയ്തായിരുന്നു. എന്നാൽ സർപ്രൈസായി ഇപ്പോൾ രാവിലെ ഇന്ന് പ്രോഗ്രാം കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് കാണുന്നത്.
എല്ലാം ലീക്കായിട്ടുണ്ട്. വേറെ ആർക്കെല്ലാം അറിയായിരുന്നു? വീട്ടില് വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു 5 വർഷം ഒരു 5 വർഷം മുന്നേ എൻ്റെ കസിൻ സിസ്റ്റർ അവക്കടെ ഫോണിൽ നിന്ന് ഇവളേക്ക് രാത്രി 12 മണിക്ക് ബർത്ത്ഡേ ആണോ ക്രിസ്മസിന് ഹാപ്പി ക്രിസ്മസ് ഒരെണ്ണം അയച്ചായിരുന്നു. ആ ഹാപ്പി ക്രിസ്മസ് ട്രൂക്കോളർ നോക്കിയപ്പോൾ എൻ്റെ പേര്. ഇന്ന് തന്നെ ഇടിപ്പിക്കൂലേ? ഇതുവരെ എന്നോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴോ? ഇനി പ്രപ്പോസ് ചെയ്തില്ല, തീരുമാനമായി. ഇനി പ്രപ്പോസ് ചെയ്തതിന് അർത്ഥമില്ലല്ലോ.